പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ 4 പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 5ാമത്തെ പ്രിൻസിപ്പിളാണ്. 5ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് എന്ന ഹെഡിങ്ങിന് കീഴിലുള്ളതാണ്. ആദ്യത്തെ 4 പ്രിൻസിപ്പിൾ ഇൻഡിവിജ്വലിലെ മേക്കിംഗ് ഡിസിഷനെ കുറിച്ചാണെങ്കിൽ ആസ് വി ഗോ അബൌട്ട് അവർ ലൈഫ്സ് മെനി ഓഫ് അവർ ഡിസിഷൻ അഫക്റ്റ് നോട്ട് ഓൺലി അവർ സെൽഫ് ബട്ട് അതർ പീപ്പിൾ ആസ് വെൽ ആസ്. നമ്മൾ ഓരോ ഡിസിഷനും നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും അഫക്റ്റ് ചെയ്യും. അടുത്ത 3 പ്രിൻസിപ്പിൾ നിൽക്കുന്നത് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. 5th പ്രിൻസിപ്പിൾ ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ്. ട്രേഡ് എന്ന് പറയുന്നത് എല്ലാവരെയും ബെറ്റർ ആക്കും എന്നുള്ളതാണ്. കമ്പനീസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ചൈന കോമ്പീറ്റ് ഫോർ ദ സെയിം കസ്റ്റമേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഫോർ ക്ലോത്തിങ്, ടോയ്സ്, സോളാർ പാനൽ, ഓട്ടോമൊബൈൽസ് ആൻഡ് മെനി അതർ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റും ചൈനയും എന്താണ് കോമ്പീറ്റിംഗ് രാജ്യങ്ങളാണ്. അവർ സെയിം കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള കോമ്പീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ ഇവരുടെ കസ്റ്റമേഴ്സാണ്. പല കാര്യങ്ങൾ ക്ലോത്തിങ്, ടോയ്സ്, സോളാർ പാനൽ, ഇതിലൊക്കെ ട്രേഡ് ബിറ്റ്വീൻ 2 കൺട്രീസ് ക്യാൻ മേക്ക് ഈച്ച് കൺട്രി ബെറ്റർ ഓഫ്. അവർ ട്രേഡ് നടത്തുന്നത് കൊണ്ട് തന്നെ 2 കൺട്രീസ് ട്രേഡ് നടത്തുകയാണെങ്കിൽ 2 കൺട്രീനെ എന്ത് ചെയ്യും, ബെറ്റർ ആക്കും. ട്രേഡ് അലോസ് ഈച്ച് പേഴ്സൺ ടു സ്പെഷ്യലൈസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഷീ ഡസ് ബെസ്റ്റ്, വെദർ ഇറ്റ് ഈസ് ഫാമിംഗ്, സ്വിങ്, ഹോം ബിൽഡിംഗ്. ട്രേഡ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും, പേഴ്സണിനെ സ്പെഷ്യലൈസ് ആക്കും. ഏത് ആക്ടിവിറ്റിയാണ് അവർക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതിൽ സ്പെഷ്യലൈസ് ആക്കും. ബൈ ട്രേഡിംഗ് വിത്ത് അതേഴ്സ് പീപ്പിൾ ക്യാൻ ബൈ എ ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ലോവർ കോസ്റ്റ്. ട്രേഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പീപ്പിളിന് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ സാധിക്കും ലോവർ കോസ്റ്റിൽ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലോവർ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങാൻ പലതും സാധിക്കുന്നത്. അതൊരു കോമ്പറ്റീഷനാണ്. 2 രാജ്യങ്ങളെയും ബെറ്റർ ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും എടുക്കുക, ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചില കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ട്രേഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ളത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾക്ക് വേണ്ടത് മാത്രം കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും, ബാക്കി അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും. അപ്പം ട്രേഡ് ഉള്ളത് കൊണ്ടാണ് ഇതിന് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനം നമുക്ക് ഏറ്റവും ലോവർ കോസ്റ്റിൽ അത് ഉണ്ടാക്കാനും സാധിക്കും. അപ്പം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതാണ് ട്രേഡ് കൊണ്ടുള്ള ബെനിഫിറ്റ്. ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനം ഉണ്ടാക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ട്രേഡ് ഇല്ലെങ്കിൽ ഐഫോൺ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമുക്കപ്പോൾ വാങ്ങാൻ സാധിക്കുള്ളൂ. ട്രേഡ് ഉള്ളത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടുതൽ ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വിൽക്കാനും സാധിക്കുന്നത്. കൺട്രീസ് ബെനിഫിറ്റ് ഫ്രം ദ എബിലിറ്റി ടു ട്രേഡ് വിത്ത് വൺ അനദർ. ട്രേഡ് അലോസ് കൺട്രീസ് ടു സ്പെഷ്യലൈസ് ഇൻ വാട്ട് ദേ ഡു ബെസ്റ്റ് ആൻഡ് ടു എൻജോയ് ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ദ ചൈനീസ് ആസ് വെൽ ആസ് ദ ഫ്രഞ്ച്, ഈജിപ്ഷ്യൻ ആൻഡ് ബ്രസീലിയൻസ് ആർ മച്ച് ആസ് അവർ പാർട്ട്നേഴ്സ് ഇൻ ദ വേൾഡ് എക്കോണമി ആസ് ദേ ആർ അവർ കോമ്പറ്റീറ്റേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് അലോ ചെയ്യുന്ന കൺട്രി ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കൂടുതൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസ് ചെയ്യാനും അത് യൂസ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യാനും സാധിക്കുകയും ചെയ്യും. ഇത് USA കേസിലാണ് പറയുന്നത്. ചൈനയും ഫ്രഞ്ചും ഈജിപ്ഷ്യനും ബ്രസീലിയൻസും ഒക്കെ അമേരിക്കയുടെ പാർട്ട്നേഴ്സാണ് ഇൻ ദ വേൾഡ് എക്കോണമിയിൽ. അതുപോലെ തന്നെ അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമാണ്. അപ്പം ട്രേഡ് എന്ന് പറയുന്നത് എല്ലാവരും എന്തെങ്കിലും ബെറ്റർ ആക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 5ാമത്തെ പ്രിൻസിപ്പിൾ. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പ്രിൻസിപ്പിളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.